Hi all. LGS പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾ ഏറ്റവും അധികം ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഇതിന് ഫുൾ മാർക്കും വാങ്ങാൻ പറ്റുന്ന ഹിസ്റ്ററിയിൽ നിന്നും. ഇപ്പോൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം PSC ആവട്ടെ SSC ആവട്ടെ ഏതാണെങ്കിലും അതെ അവിടെ ഈവൻ 0.33 മാർക്ക് വരെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ബേസിൽ വരെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഔട്ടാവുന്ന ഒരു നിയമനം നടക്കാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററിയിൽ നിന്നുള്ള മാർക്കുകൾ പൂർണ്ണമായിട്ടും നമ്മൾ നല്ല രീതിയിലൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് നേടാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രിവാൻഡ്രം LDC എക്സാം നടന്നപ്പോൾ ഹിസ്റ്ററിയിലെ ചോദ്യങ്ങൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ അവിടെയൊക്കെ നമ്മളെ തെറ്റിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടെ തന്നെ ചോദ്യകർത്താവ് വളരെ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ, ബുദ്ധിമുട്ടല്ല അത് നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കുക, അതോടെ നമ്മൾ തെറ്റിച്ച് വെക്കുക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും നമ്മൾ LGS ലെവലിലും അതേപോലെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അപ്പം നമുക്കിതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് GK 40 മാർക്ക്, കറണ്ട് അഫെയർ 20, സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, മാത്സ് 10 മാർക്ക്. ഇങ്ങനെ ഒരു സിലബസാണ് LGS പരീക്ഷയ്ക്ക് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് അല്ലേ. അതായത് നമ്മുടെ 40 മാർക്കാണ് GK. ഇതിലെ ഹിസ്റ്ററി കാണും, ജോഗ്രഫി കാണും, നിങ്ങളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കാണും, എക്കണോമിക്സ് കാണും, പൊളിറ്റി കാണും, കറണ്ട് അഫെയർ ഇമ്പോർട്ടൻറ്റ് 20 മാർക്കുണ്ട്, സയൻസ് 10, പൊതുജനാരോഗ്യം 10 മാർക്കും ഒക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്ന് എങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാമെന്നാണ് നമ്മുടെ സെഷൻ. അപ്പം നമ്മൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ഈ ഗാന്ധിജിയും സമരങ്ങളും എന്ന ഏരിയ അങ്ങോട്ട് പഠിക്കാം. ഇത് 1917 മുതൽ 1948 വരെയുള്ള കാലഘട്ടമാണ്. 1917 ഗാന്ധിജി ഇവിടെ വന്നു, 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ സമരങ്ങൾ നിങ്ങളൊന്ന് പഠിക്കുക. ഈ സമരങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ ഇയറുകളും കണക്റ്റഡ് ഫാക്ട്സുകളും പഠിച്ചു പോകും. ഇത് ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യ സമരം ചമ്പാരനാണ്, അല്ലെങ്കിൽ ആദ്യ നിരാഹാരം അഹമ്മദാബാദാണ്, അല്ലെങ്കിൽ റൗലറ്റ് വിരുദ്ധ സമരങ്ങളോടുകൂടിയാണ് ഗാന്ധിജി ആദ്യമായിട്ട് ഗാന്ധിജി നമ്മളെ ഇന്ത്യയിൽ അറിയപ്പെടുന്ന നേതാവായി മാറിയത്. അല്ലെങ്കിൽ ഈ റൗലറ്റ് വിരുദ്ധ സമരങ്ങൾക്കിടയിലാണ് ഗാന്ധിജി നമ്മൾ കഴിഞ്ഞ ദിവസം LDCയിൽ ചോദിച്ചൊരു വ്യക്തി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്തുള്ള ഫാക്ട്സുകളൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ രണ്ടാമത് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന കേരളത്തിലെ പ്രക്ഷോഭങ്ങളാണ്. അതായത് നമ്മുടെ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സമരം എന്ന് പറയുന്നത് അഞ്ചുതെങ്ങാണ്, ആദ്യ സംഘടിതം ആറ്റിങ്ങലുമാണ്. അപ്പോൾ ഈ ആറ്റിങ്ങൽ കലാപത്തിന് ശേഷം 1723 ഒരു വേണാട് ട്രീറ്റി ഉണ്ടാവുന്നുണ്ട്. അത് മാർത്താണ്ഡവർമ്മയും അലക്സാണ്ടർ റോമും കൂടിയാണ് ഒപ്പുവെക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് 1723 ട്രീറ്റി ഒപ്പുവെക്കുന്നെങ്കിലും 1729 അദ്ദേഹം തിരുവിതാംകൂറിലെ രാജാവാകുന്നത്. അപ്പം നമുക്കൊരു പോയിന്റ് അവിടെ നിന്ന് കിട്ടി, മാർത്താണ്ഡവർമ്മ. അതിൽ നിന്ന് നമുക്ക് ട്രാവൻകൂർ റൂളേഴ്സിലേക്ക് പോകാം. ട്രാവൻകൂർ റൂളേഴ്സ് മാർത്താണ്ഡവർമ്മയിൽ നിന്നും തുടങ്ങി അതുപോലെ അവസാനിച്ചു ചിത്ര തിരുനാൾ മഹാരാജാവ്. പഠിക്കാമല്ലോ നവോത്ഥാന നായകന്മാർ. ശരിക്കും നമ്മുടെ നവോത്ഥാന നായകന്മാർ കുറച്ച്, അതായത് ഇപ്പോൾ മത്സര പരീക്ഷകൾക്കൊക്കെ തന്നെ ചോദിക്കുന്നതാണ്, പക്ഷെ ഇന്നലത്തെ പരീക്ഷയിൽ അധികം ചോദിച്ചിട്ടില്ല. എന്നാലും നമ്മൾ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വക്കം അബ്ദുൾ ഖാദർ മൗലവി, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, ഇത്ര പേരെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. ഇവർ ജനിച്ചത് അതുപോലെ അന്തരിച്ചത്. വൈകുണ്ഠ സ്വാമികൾ, അതായത് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി, വൈകുണ്ഠ സ്വാമികൾ, തെക്കാടയ്യ സ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള, വക്കം അബ്ദുൾ ഖാദർ മൗലവി, ഇവരൊക്കെ വളരെ പൊയ്കയിൽ യോഹന്നാൻ, ഇവരൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ അത്രയും പേര് VT ഭട്ടതിരിപ്പാട് അവർ ജനിച്ചത്, അവരുടെ കോൺട്രിബ്യൂഷൻസ്, അവരുടെ ബുക്കുകൾ, പണ്ഡിറ്റ് കറുപ്പൻ അവരുടെ ബുക്കുകൾ, അവർ അന്തരിച്ച കാര്യങ്ങളും ഒക്കെ പഠിക്കണം. യൂറോപ്യന്മാരുടെ ആഗമനം, ഇവിടെ വന്ന യൂറോപ്യന്മാരും അവരുടെ കോൺട്രിബ്യൂഷൻ, അവരെന്തൊക്കെയാണ് നമുക്ക് തന്നത്. ആ സമയത്ത് നമ്മൾ പ്രധാനപ്പെട്ട വൈസ്രോയിസിനെയും ഗവർണർ ജനറൽസിനെ അതുപോലെ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും നോക്കണം. പിന്നുള്ളത് 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ചാപ്റ്റേഴ്സ് ആണ്. കേരളം ആധുനികതയിലേക്ക് നിങ്ങൾ പഠിച്ച കോണ്ടന്റ് തന്നെ, ഇത് ഞാൻ ഇത്രയും പറഞ്ഞ സിലബസിൽ വന്ന കാര്യത്തിൽ തന്നെ അതിനിടയ്ക്ക് വരുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും സമരവും സ്വാതന്ത്ര്യം 10ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സ് ആണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവം, ആധുനിക പൂർവ്വ കേരളം, കേരളം ആധുനികതയിലേക്ക്, ഇത് രണ്ടും +2 ചാപ്റ്റേഴ്സ് ആണ്. ഇത് രണ്ടും കൂടെ നോക്കണേ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് 10
10th ലെവലിലുള്ള എക്സാം അല്ലേ, എന്തിനാണ് ഞങ്ങൾ +2 ടെക്സ്റ്റ് ബുക്കൊക്കെ ടീച്ചർ നോക്കാൻ പറയുന്നത്. അതായത് നമ്മളിവിടെ കേരളം ആധുനികതയിലേക്കെന്നൊരു ചാപ്റ്റർ പഠിച്ചില്ലേ, ഏകദേശം അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫോമാറ്റാണ് ഇവിടെ വരുന്നത്. സോ ഇത് രണ്ടും +2 ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഈ 2 ചാപ്റ്റേഴ്സും ബാക്കിയുള്ളതെല്ലാം മറ്റേ 10ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലേക്ക് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ പഠിച്ചത്. ഇത് ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോണ്ടന്റുകളാണ് ഈ ചാപ്റ്റേഴ്സിലുള്ളത്. അത് പഠിക്കണം. പിന്നെ നമ്മുടെ INC പ്രധാനപ്പെട്ട മീറ്റിങ്ങുകൾ നടന്നതും നേതാക്കന്മാരെയൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഗാന്ധിജി ആദ്യമായിട്ട് INC പ്രസിഡന്റ് ആയത്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ മിതവാദികൾ തീവ്രവാദികൾ എന്ന് സ്പ്ലിറ്റ് ആയത് 1907 അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ സമയമുണ്ട്, കുറച്ച് ഓരോ ദിവസവും കുറച്ച് ടോപ്പിക്കുകൾ പഠിച്ചു പോയി കഴിഞ്ഞാൽ മതി. പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് ഈ ഒരു LGSനായിട്ട് വേരിയസ് LGSനെ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് അപ്പോൾ കൃത്യമായ ഒരു പ്ലാനോടുകൂടിയൊക്കെ ഈ പരീക്ഷയ്ക്ക് തയ്യാറാവുന്നവർക്കായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് നമ്മൾ അഡ 24/7 മലയാളം ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രത്യേകത, ഇന്ന് നമ്മുടെ മന്ത് എൻഡ് സെയിൽ നടക്കുകയാണ്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെയൊക്കെ പ്രൈസ് ഡ്രോപ്പ് ആയിരിക്കുന്നു. അതോടൊപ്പം ഡബിൾ വാലിഡിറ്റി ആണ്. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഫസ്റ്റ് അഡ 24/7 മലയാളം ഒന്ന് കൊടുക്കുക. ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയേ, ഇങ്ങനെ അങ്ങോട്ടും നമ്മൾ ജസ്റ്റ് പോയിരുന്ന സമയത്ത് RRBന്റെ വേരിയസ് LGS കണ്ടോ, നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 25th ജൂലൈയിലാണ് ബാച്ച് സ്റ്റാർട്ട് ആയിരിക്കുന്നത്. അപ്പോൾ ഓറിയൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ തന്നെയുണ്ട് ഡബിൾ വാലിഡിറ്റി ആണ്. അതായത് ഇന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മന്ത് എൻഡ് ഓഫറാണ്. ഇത് 2 വർഷത്തേക്ക് കോഴ്സ് കിട്ടും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തേ. അപ്പോൾ ഇവിടെ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് നമ്മുടെ ക്ലാസ്സൊക്കെ ലൈവാണ്. ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡഡ് വീഡിയോ അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ് റിവിഷനും മെൻ്റർ സപ്പോർട്ടും ഒക്കെ ഉണ്ട്. മാത്രമല്ല നിങ്ങളെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യിപ്പിക്കും. അവിടെ നിങ്ങളുടെ അധ്യാപകരും അതുപോലെ മെൻറ്ററും ഒക്കെ ഉണ്ടാവും. ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരും. ഇപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് പർച്ചേസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വേരിയസ് LGSന് വേണ്ടി തയ്യാറാകുന്നവർക്കാണ്. അപ്പോൾ ഇവിടെ ടെക്നിക്കൽ എറർ കാരണമാണ് എന്തെങ്കിലും. അപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, ബൈ നൗ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണിക്കും. അപ്പോൾ എന്തോ സ്റ്റോറിൽ എന്തോ ടെക്നിക്കൽ എറർ ആയതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഓപ്ഷൻ വരാത്തത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ആകുമ്പോൾ തന്നെ ബൈ നൗ ആണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മളോടൊരു ഫസ്റ്റ് ചോദിക്കുന്ന ബൈ നൗ കൊടുക്കുമ്പോൾ ഒരു കൂപ്പൺ കോഡ് Y362 കൊടുത്തേ. Y362 എന്ന ഡിസ്കൗണ്ട് കോഡ് കൊടുത്തേ. 1757 രൂപ. അതായത് കോഴ്സിൻ്റെ പ്രൈസ് മാക്സിമം ഡ്രോപ്പാണ്. ഫിൽ ഡീറ്റെയിൽസ്, പേരും ഫോൺ നമ്പറും കൊടുക്കുക. 3ാമത് പേയ്മെൻറ്റും അടച്ചു. അപ്പോൾ നമ്മൾ കോഴ്സ് പർച്ചേസ് ചെയ്തു. ഈ പർച്ചേസ് ചെയ്ത കോഴ്സ് എങ്ങനെ കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ചെന്നിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. അവിടെ ചെന്നിട്ട് അവിടെ പ്ലേ സ്റ്റോറിലെത്തുമ്പം അഡ 24/7 എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ, അതിന് നമ്മൾ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ഇത് ഈ ഒരു നിങ്ങളിത് ഡൗൺലോഡ് ചെയ്യണം. അതിന് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ 2ാമത് സ്റ്റേറ്റ് എക്സാം കിടക്കുന്നതാണ്. അതിലൊന്ന് ക്ലിക്ക് ചെയ്തേ. അപ്പോൾ 3ാമത് കേരള വരും. അതിൽ വെച്ച് നമ്മുടെ പേരും ഫോൺ നമ്പറും ഒക്കെ വെച്ച് നിങ്ങൾ ആപ്പിലേക്ക് ലോഗിൻ ചെയ്തു. ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഇവിടെ ഇങ്ങനെ മൈ കോണ്ടൻറ്റ് കിടപ്പുണ്ട്. അതിൽ നിങ്ങൾ പർച്ചേസ് ചെയ്ത കോഴ്സും അതുപോലെ ക്ലാസ്സുകളൊക്കെ ഫോൾഡർ തിരിച്ചൊക്കെ ഇട്ടേക്കുന്നത് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കോഴ്സ് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഇത് ലൈവ് ക്ലാസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, ജോയിൻ ചെയ്യാം. പിന്നെ നിങ്ങൾ ടെലഗ്രാം ചാനലുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റി നിങ്ങളെ ആഡ് ചെയ്യും. അതിനനുസരിച്ച് ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അധ്യാപകരോടൊക്കെ സംസാരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ട്, കാരണം ഇന്ന് പർച്ചേസ് ചെയ്താൽ നാളെയൊക്കെ നമ്മുടെ മന്ത് എൻഡ് ഓഫർ അവൈലബിൾ ആണ്. 2 വർഷത്തേക്ക് കോഴ്സ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ അഡ 24/7 മലയാളം ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്